മക്കളെ നമ്മൾ ഫിഷ് കറി ആട്ടോ, അല്ല അടിപൊളി ഫിഷ് കറിയാണ് നമ്മൾ പ്ലാനിങ് കിട്ടുന്നത്. ദ്വാല കരിമ്പൈ ദ്വാല അച്ച പീസാണ്, കുറച്ച് കട്ട് ചെയ്ത പണിയുണ്ട്. നല്ല അടിപൊളി കട്ട് ചെയ്തിട്ട് ഫിഷ് കറി, നല്ല നാടൻ ശൈലിയാണ്. നല്ല പോലെ മീനാണ്, അടിപൊളി ഫിഷ് വെട്ട്. അതാണ് ദ്വാല മടൽ ചിന്തമാര് ചിന്തമാണ് ഈ മീൻ. അതാണ് ദ്വാല എന്ന് പറഞ്ഞത്. നല്ല മീൻകറി വെച്ചാൽ അടിച്ച് പൊളിച്ച് നല്ല വൈറ്റ് റൈസ് ഉണ്ടെങ്കിൽ നല്ല ഊണ് കഴിക്കാം. ഓക്കെ, ഇതാണ് ദ്വാല. ഇത് ഈ 4 പീസ് ഞങ്ങൾ അതിലേക്ക് പൊരിക്കാതെ വരുന്നുണ്ട്. നമ്മൾ നന്നായി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇടുക, നല്ല സഫായി ആക്കുക, നല്ല കറി വെക്കുക. അതിനുള്ള ഉള്ളി സെറ്റപ്പ് കാര്യങ്ങൾ എല്ലാം സെറ്റ്. കറി വെക്കാൻ ആവശ്യമായ ഉള്ളികൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കറിൻ്റെ സെറ്റപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നല്ല വെള്ളം നല്ല തിളച്ചൊക്കെ ഉള്ളി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ മീൻകറിയാണ് കരിമ്പൈൻ്റെ, ഒരു രക്ഷ ഉണ്ടാവില്ല ടേസ്റ്റ് ഗൈസ്. ഓക്കെ, നമ്മളെ മീൻകറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 15-20 മിനിറ്റ് മതി ഗൈസ്. നല്ല മജുമുത്ത് മീൻകറി റെഡിയാക്കണം. ഫിഷ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളതാ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. അയ്യോ മോന, ഇത് സെറ്റായതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയിൽ ഇതിലേക്ക് പാസ് ചെയ്യുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്, നല്ല ഫിഷ് ഇങ്ങനെ വൃത്തിയിലാണ്. നല്ല വെള്ളം കണ്ടാ അത് മിക്സ്. ഇതാണ് ദ്വാലക്കറി മക്കളെ. മച്ച അടിപൊളി ഫിഷ് അതിന് കഴിച്ചാൽ സൂപ്പറായിരിക്കും. അതാ കഴിഞ്ഞിട്ടാ ഫിഷ് കറി. ഇനി നമ്മളിതാ കലാസ് നല്ലത് ചെയ്യുന്നതിന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബസ് കലാസ്. നമ്മൾ നെക്സ്റ്റ് വെറൈറ്റി വീഡിയോ വേണ്ടിയാണ് വരുന്നത്. നമ്മൾ മീൻകറി മാത്രമുള്ള കേസ്. ഇതിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചുള്ളത് ഇതിനെ പറഞ്ഞാൽ ഇതാ നല്ല വൈറ്റ് റൈസ്. മാഷാ അല്ലാഹ്, അടിപൊളി വൈറ്റ് റൈസ് ഫിഷ് കറി. ഇന്ന് അത്ര ഉള്ളൂ കേട്ടോ മക്കളെ.